ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കലാംസ് വേൾഡ് റെക്കോർഡ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ് സംഭവം? തേർഡ് ലോങ്സ്റ്റ് വേർഡ് ഏറ്റവും സ്പീഡായിട്ട് പ്രൊണൗൺസ് ചെയ്യുക, അതാണല്ലേ? ഒന്ന് പ്രൊണൗൺസ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഞാനൊക്കെ കൂടുതൽ ആരാധിക്കുന്ന ഒരാളായ ജി മാധവൻ സാറായിട്ട് ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു നേരിട്ട്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം ഒരു 400 പേർക്കൊക്കെയാണ് ഓൾ ഇന്ത്യ ലെവലിൽ സെലക്ഷൻ കിട്ടുന്നത്. അതിൽ തന്നെ കേരളത്തിന്റെ അഭിമാന താരമാണ് ആയിഷ എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കത്തിൽ പറയാം. ISRO യുവിക ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഒരു മിടുക്കി കുട്ടിയുടെ കൂടെയാണ് ഇന്ന് ഞാനുള്ളത്, ആയിഷ ബഷീർ. ആയിഷ ബഷീറിനോട് ISRO യുവിക ക്യാമ്പിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ആയിഷ ISRO യുവിക ഡെലിഗേറ്റ് മാത്രമല്ല, മറ്റൊരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള ഒരു മിടുക്കി കുട്ടി കൂടിയാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കലാംസ് വേൾഡ് റെക്കോർഡൊക്കെ ആയിഷക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഈ വീഡിയോ കാണുന്ന 9ാം ക്ലാസ്സിലെ കുട്ടികൾ നിർബന്ധമായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. കാരണം 9ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ISRO യുവിക അപ്ലൈ ചെയ്യാൻ കഴിയുക. നിങ്ങൾക്കും ഒരുപക്ഷെ ഈ വർഷം ISRO യുവിക ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയേക്കാം. സോ വെൽക്കം ടു എക്സാൻ വേ ലേണിംഗ്. താങ്ക് യു. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ISRO യുവിക ക്യാമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ഒറ്റ വാക്കിൽ വിശദീകരിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എനിവേ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണല്ലോ ISRO യുവിക ക്യാമ്പ് ഉള്ളത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് ഉണ്ട് എന്നുള്ളതും ഇത് എനിക്ക് പങ്കെടുക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ എങ്ങനെയാ വന്നത്? ഞാൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് എക്സാൻ വൈനെ കുറിച്ച് അറിയുന്നത്. ആ ടൈമിൽ ഞാൻ അതിനെ കുറിച്ച് കണ്ടിട്ടുണ്ട്, ബട്ട് ഞാൻ അത്ര ഇതല്ലായിരുന്നു അതിനെ കുറിച്ച് അറിയണം അങ്ങനെ ഒരാളല്ലേ. 7th എത്തിയപ്പോ ഒരാൾ ഇത് വാങ്ങി, അപ്പോ എനിക്കും അത് വേണം എന്നുള്ളൊരു ആഗ്രഹം എത്തി. ഐ മീൻ ഞാൻ 7th എത്തിയപ്പോ തന്നെ എനിക്കിതൊക്കെ കേറണം എന്നുള്ള ഒരു ഉണ്ടായിരുന്നു. അങ്ങനെ 7th ഞാൻ എക്സാം വൈന്റെ വീഡിയോ കണ്ടു. അപ്പോൾ ഞാൻ അറിയണത് ഇത് 9th പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ 9th വരെ വെയിറ്റ് ചെയ്തു. 9th പിന്നെ എക്സാം വൈന്റെ വീഡിയോസ് ഓൺ ദി സ്പോട്ട് വരുമല്ലോ, അപ്പൊ തന്നെ ഡേറ്റ് റിലീസ് ആയി അപ്പൊ തന്നെ വരുമല്ലോ. അപ്പൊ ഞാൻ ആ വീഡിയോസ് കണ്ടു. സോ പിന്നെ ബാക്കിയുള്ള പ്രശ്നം പെട്ടെന്ന് അപ്ലൈ ചെയ്തു. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ആയിരുന്നു. കാരണം ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ആയിഷയും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3-4 വർഷത്തെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ എക്സാൻ വേ ലേണിംഗിൽ ISRO യുവിക ക്യാമ്പിന് സെലക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയെങ്കിലും നമ്മുടെ AMHS തിരൂർക്കാട്ടുള്ള കുട്ടിയാണ്. അല്ലെങ്കിൽ ഞാൻ +2 പഠിച്ചത് മക്രാമ്പ് സ്കൂളിലായിരുന്നു. മക്രാമ്പ് സ്കൂളിലെ ഒരു മിടുക്കി കുട്ടിയും കഴിഞ്ഞ വർഷം ISRO യുവികക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇത് ഈ വീഡിയോ കാണുന്നത് ശ്രദ്ധിക്കുക. ഏത് കുട്ടികൾക്കും ആക്ച്വലി കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് കുറച്ച് അപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സും കുറച്ച് നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈസിലി നിങ്ങളുടെ അപ്ലിക്കേഷനും അവരെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം, എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ ISRO യുവിക അല്ലാതെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കലാംസ് വേൾഡ് റെക്കോർഡ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ് സംഭവം? ഈ വീഡിയോ കാണുന്ന കുട്ടികൾ പക്ഷേ ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അല്ലെങ്കിൽ ഒരു മലയാളി കുട്ടികൾക്ക് ഇങ്ങനെയുള്ള വേൾഡ് റെക്കോർഡ്സും ഇന്റർനാഷണൽ റെക്കോർഡ്സും കിട്ടുമോ എന്നുള്ളത് തന്നെ അറിയുന്നുണ്ടാവില്ല. ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഞാനൊരു സൺഡേ സപ്ലിമെന്റ് കണ്ടിട്ട് അതിന്റെ പേരിൽ ഇറങ്ങി തിരിച്ചതാണ്. അഥവാ അതിൽ ചെറിയ ചെറിയ കുട്ടികൾ വരെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് വാങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ അറിയിച്ചു ഇത്രയും വലുപ്പമായി എനിക്ക് ഒരു റെക്കോർഡില്ല, അത്ര ചെറിയ കുട്ടികൾക്ക് വരെ റെക്കോർഡ് ഉണ്ട്. പിന്നെ അതിന്റെ പിന്നാലെ പോയി. അപ്പൊ എന്തെങ്കിലും പുതിയതായി കണ്ടുപിടിക്കണം, ആരും ചെയ്യാത്തത് എന്തെങ്കിലും നോക്കണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 3rd ലോങ്സ്റ്റ് വേർഡ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. ഐ മീൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അങ്ങനെ കണ്ടുപിടിച്ചത്. പിന്നെ 3rd ലോങ്സ്റ്റ് വേർഡില് 6 സെക്കൻഡ് കൊണ്ട് പ്രൊനൗൺസ് ചെയ്യാൻ പഠിച്ചു. ഒരു ദിവസം കൊണ്ട് ഒന്നാമത് ഞാൻ അതില് ഡെഡിക്കേറ്റ് ആയിരുന്നു. കാരണം എനിക്ക് മാത്രമല്ല എന്നുള്ളൊരു ചിന്ത പോലെ തോന്നി. അപ്പൊ ഞാൻ അതില് ഡെഡിക്കേറ്റ് ആയിരുന്നു. അപ്പൊ പിന്നെ എന്തായാലും ഒരു ദിവസം കൊണ്ട് ഞാൻ പഠിച്ചെടുത്തു. ടീച്ചറിന് അപ്ലൈ ചെയ്തു. റിസൾട്ട് വന്നപ്പോ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ 3rd ലോങ്സ്റ്റ് വേർഡ് ഏറ്റവും സ്പീഡായിട്ട് പ്രൊനൗൺസ് ചെയ്യുക, അതാണല്ലേ? ഒന്ന് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഓക്കെ, ഇതിപ്പോ എത്ര സമയത്തിനുള്ള പറഞ്ഞത്? 3-4 സെക്കൻഡ് അല്ലേ? ഓക്കെ, ഒരു 6 സെക്കൻഡാണ് റെക്കോർഡ് കിട്ടിയത് അല്ലെ? ഓക്കെ, കലാംസ് വേൾഡ് റെക്കോർഡ് 4 സെക്കൻഡിനുള്ളിൽ കിട്ടി. ഓക്കെ, അപ്പൊ ഈ ഇത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്കും എക്സ്പ്ലോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ആയിഷ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനുള്ള പ്രയത്നം ആരംഭിച്ചു, അതിനുള്ള സ്റ്റെപ്പുകളൊക്കെ മനസ്സിലാക്കി, അതിന് അപ്ലൈ ചെയ്തു, അതിന് ട്രൈ ചെയ്തു, കിട്ടി. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും ഇതൊക്കെ ഒരു പ്രചോദനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇനി എക്സാൻ വേ ഫൗണ്ടേഷൻ ബാച്ചിലെ 10th സ്റ്റുഡന്റ് ആണ് ആയിഷ ബഷീർ. സോ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം സയൻസിലും മാത്സിലൊക്കെ മിടുക്കരായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന, കേരളത്തിലെ ആൾറെഡി 6000-ലധികം കുട്ടികൾ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഭാഗമാണ്. സോ ആയിഷയും അതിലൊരാളായിട്ട് ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ട്. എന്താണ് ഇനി ആയിഷയുടെ ഒരു തുടർ അംബീഷൻസ് ഒക്കെ എന്താണ്? അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞു, ഒരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ എല്ലാവരും പറയുന്ന ഒരു ക്ലാസ് ആണ്. ഇത് കഴിഞ്ഞ് +1 +2 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് പ്ലാൻ, കരിയർ പ്ലാൻ എന്താണ്? എനിക്ക് IAS ഓഫീസർ ആവാനാണ് ആഗ്രഹം. ഓക്കെ, സിവിൽ സർവന്റ് ആണോ? ഓക്കെ,
+1 +2 സയൻസ് എടുക്കണം. ഓക്കെ പിന്നെ നേരെ ഈ കോഴ്സിന് പോകണം എന്നാണ് ആഗ്രഹം. ഓക്കെ. ആക്ച്വലി +1 +2 സയൻസ് എടുത്തുകൊണ്ട് ഏതെങ്കിലും ഡിഗ്രി കിട്ടിയതിന് ശേഷമാണ് നമ്മൾ സിവിൽ സർവീസിന് വേണ്ടിയിട്ട് എക്സാം എഴുതുക. ഏതെങ്കിലും ഡിഗ്രി ആണ് സിവിൽ സർവീസിന്റെ ഒരു ബേസിക് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എനിവേ സിവിൽ സർവന്റ് ആവട്ടെ, ഒരു IAS ആരി ആവട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം അല്ലെ. IAS ആയിഷയുടെ കൂടെ തന്നെ IAS എന്നുള്ള പേരോടെ ഉണ്ടാവും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേ ഈ വീഡിയോ കാണുന്ന 9ാം ക്ലാസ്സുകാർ അല്ലെങ്കിൽ UP ഹൈസ്കൂൾ തരത്തിലുള്ള കുട്ടികളൊക്കെ അവർക്കും ISROയിൽ പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. ISRO യുവിക ക്യാമ്പിന്റെ ഒരു എക്സ്പീരിയൻസിലേക്ക് നമുക്ക് ഒന്ന് പോയി നോക്കാം അല്ലെ. ഒറ്റ വാക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഒറ്റ വാക്കല്ലാതെ കുറച്ച് എലാബറേറ്റ് ആയിട്ടാണ് നമുക്കൊന്ന് എങ്ങനെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റ വേർഡ്സില് പറയാൻ പറ്റൂല. അത്ര അടിപൊളിയായിരുന്നു. പിന്നെ അതിൽ മെയിൻ ഇതെന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് പല ഫെസിലിറ്റി വിസിറ്റ് ഉണ്ടായിരുന്നു. അവര് ലെക്ചർ തന്ന് ഫെസിലിറ്റി വിസിറ്റ് ചെയ്യുക, അതൊക്കെ പറഞ്ഞ ഒരു നമ്മളിതുവരെ കാണാത്ത സംഭവങ്ങളാണല്ലോ. നമ്മള് പറഞ്ഞ പുറത്ത് നോക്കുമ്പോ ഒരു റോക്കറ്റ് പോവുക, തിരിച്ചു വരിക, അത് അത്രയല്ലേ നമുക്ക് അറിയാം. അവിടെ പോകുമ്പോ അത് ഫുൾ എക്സ്പ്ലോർ ചെയ്യുക, ഓരോ പാർട്സിനെ കുറിച്ചും പറയാ. എനിക്ക് കേൾക്കുമ്പോ സയന്റിസ്റ്റുമാരൊക്കെ മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടി. ശുഭാംശു ശുക്ല സാറുമായിട്ട് ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഞാനൊക്കെ കൂടുതൽ ആരാധിക്കുന്ന ഒരാളായ ജി മാധവൻ സാറായിട്ട് ഒരു ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു നേരിട്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. മലയാളികൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങളൊരു 12 പേര്. 12 പേര്. അപ്പോൾ 12 പേരെ കേരളത്തിൽ നിന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. അത്രയും സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പാണ് ഇത് എന്നുള്ളത്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം ഒരു 400 പേർക്കൊക്കെയാണ് ഓൾ ഇന്ത്യ ലെവലിൽ സെലക്ഷൻ കിട്ടുന്നത്. അതിൽ തന്നെ കേരളത്തിന്റെ അഭിമാന താരമാണ് ആയിഷ എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കത്തിൽ പറയാം. അപ്പോൾ ഇപ്രാവശ്യം 9ാം ക്ലാസ്സിൽ ഉള്ള കുട്ടികൾ ISRO ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എന്താണ് ഒറ്റ വാക്കിൽ ആയിഷക്ക് പറയാനുള്ളത്? അങ്ങനെ വെച്ചാ ഇത് അപ്ലൈ ചെയ്യാ, ഒന്നും നോക്കരുത്. കാരണം കിട്ടുമില്ലെന്ന് ഉറപ്പില്ലാത്തതാണ്. നമുക്കൊരു ക്രൈറ്റീരിയ ഒന്നും ഇല്ലല്ലോ. സോ അപ്ലൈ ചെയ്യാ, എന്തായാലും കിട്ടും. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പോൾ ISRO യുവികക്ക് ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. 9ാം ക്ലാസ്സിന്റെ എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിൽ തന്നെ റൂറൽ വില്ലേജിലുള്ള കുട്ടികൾക്ക് 15% റിസർവേഷൻ ഉണ്ട്. അത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ നമ്മുടെ ഒക്കെ നാട്ടിലുള്ള സാധാരണ സ്കൂളിൽ പഠിക്കുന്ന, ഗവൺമെന്റ് സ്കൂളിലും എയ്ഡഡ് സ്കൂളിലൊക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലൊക്കെ ഉള്ള സ്കൂളിലെ കുട്ടികൾക്കാണെങ്കിൽ ISRO യുവികയിലേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അത്തരം അവസരങ്ങളൊന്നും വിട്ടുകൊടുക്കരുത് എന്നുള്ളതൂടെ കൂടുതൽ സൂചിപ്പിക്കുകയാണ്. സോ ബാക്ക് ടു എക്സാൻവൈ ലേണിംഗ്. നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ മെന്റർഷിപ്പ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഓൺലൈൻ ക്ലാസ്സുകൾ ബോറടിക്കലുണ്ടോ? ഓൺലൈൻ ക്ലാസ് ആണ് പലർക്കും പ്രശ്നം. അതാണ്, ഓൺലൈൻ ആണ്, സ്കൂളിൽ പോയി വിട്ടുവന്ന് അല്ലെങ്കിൽ സ്കൂൾ വിട്ടുവന്ന് ഇതിനൊക്കെ പഠിക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നുണ്ട് പലരും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഞങ്ങളെ മാം അഥവാ അമാന മാം ആണ് എന്റെ മാം ഞങ്ങൾക്കൊരു ടൈം തന്നെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ എക്സാൻവൈക്കും വേണ്ടി മാത്രം മാറ്റി വെക്കണം. എന്റെ 9 o'clock to 10 o'clock വരെയാണ് ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാം. മോർണിംഗ് ഉണ്ട്, ഈവനിങ് ഉണ്ട്. അമാന മാമിന്റെ സപ്പോർട്ട് അടിപൊളി സപ്പോർട്ടാണ്. ഒന്നും പറയാല്ല. ഇപ്പൊ ഒരു ക്ലാസ് കേട്ടിട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ കോൾ വരും. ഇന്ന് എന്തുകൊണ്ട് കേട്ടില്ല, എന്താണ് പ്രോബ്ലം, അങ്ങനെ ചോദിച്ച് കോൾ വരും. അപ്പൊ പ്രോബ്ലം പറഞ്ഞു കൊടുത്താല് പിന്നെ പറഞ്ഞുതരും, ഇന്നിത് കേൾക്കണം, എന്നത്തോട് ഇത് തീർക്കണം, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരും എന്താ ചെയ്യേണ്ട അടുത്ത് എന്നുള്ളത്. അതുകൊണ്ട് ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്യൂല. സ്കിപ്പ് ആയാലും പ്ലാൻ ഉണ്ട് ഓൾറെഡി, മാം തന്നെ ഉണ്ടാക്കി തരും. അപ്പോ അങ്ങനെ പറയാ, മെന്റർഷിപ്പ് പറയുന്നത് അടിപൊളിയാണ് എക്സാമിന്റെ. അതുപോലെ എക്സാമിന്റെ ക്ലാസ്സസ് എന്താ പറയാ, വേറെ വർത്താനങ്ങളൊന്നുമില്ല. നല്ല എനിക്ക് ക്ലാസ്, മറ്റു ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞാല് ഈ എക്സ്ട്രാ വർത്താനങ്ങളൊക്കെ ഉണ്ട്. ഇതങ്ങനെയല്ല, കറക്റ്റ് ക്ലാസ് നമുക്ക് കേൾക്കാൻ തോന്നും. പിന്നെ IIT ഫാക്കൽറ്റീസ് ആണെന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഇൻട്രസ്റ്റ് ആണ്. എപ്പോഴും അങ്ങനെയാണല്ലോ, അവരുടെ ജേർണിയിലൂടെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ഒരു മോട്ടിവേഷൻ ആയിരിക്കും സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക്. സോ ഈ പറഞ്ഞ പോലെ തന്നെ ISRO യുവിക എന്നുള്ള ഒരു ക്യാമ്പ് ആൾറെഡി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. IOQM ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ മാത്തമാറ്റിക്സ് മാത്സ് ഒളിമ്പ്യാഡിന്റെ ആദ്യത്തെ പരീക്ഷ IOQM എഴുതാനുള്ള തയ്യാറെടുപ്പിലൂടെയാണ് ആയിഷ ഉള്ളത്. ഇപ്പൊ കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒക്കെ പരമാവധി എഴുതുക എന്നുള്ള ഒരു സംഗതി തന്നെയാണ് ആയിഷക്കും കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്. അപ്പോൾ 10ാം ക്ലാസ്സിലെത്തി. 10ാം ക്ലാസ്സിന് മുന്നേ തന്നെ ഒരുപാട് എക്സാമുകളൊക്കെ നമ്മുടെ മക്കൾക്ക് ഒരുപാട് എക്സാമുകൾ എഴുതാനുണ്ട്. ആയിഷയും ഒരുപാട് എക്സാമുകൾ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ഇത്തരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ കൂടെ നമ്മളെല്ലാവരും ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യുക, അതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആയിഷയെ പോലെ നമുക്കും കുറെ അവാർഡുകളൊക്കെ കരസ്ഥമാക്കാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? യെസ്. ഇപ്പൊ യുവികക്ക് അപ്ലൈ ചെയ്ത സമയത്ത് പല കുട്ടികൾക്കുള്ളൊരു പ്രധാന സംശയം ഇതാണ്, എന്തെല്ലാം സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ എന്തെല്ലാം ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്താലാണ് കിട്ടാൻ സാധ്യത എന്നുള്ളത്.
അതിനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? അങ്ങനെ വെച്ചാൽ സർട്ടിഫിക്കറ്റ് ഇന്നതെന്നൊന്നും അവർ പറയണില്ല. നമ്മളെ വാല്യൂബിൾ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് അപ്ലോഡ് ചെയ്യാം. എന്റെ എന്ന് പറഞ്ഞാല് ഞാൻ ഒരു സ്കൗട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥിയാണ്. സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ ഉണ്ടായിരുന്നു. അപ്പൊ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ആർട്സിന്റെ, അതുപോലെ ഫെയറിന്റെ, പിന്നെ മെയിൻ ആയിട്ട് ഒളിമ്പിയാഡ് സെക്ഷനിൽ ഞാൻ 3 റെക്കോർഡിന്റെ ഇതാണ് കൊടുത്തത്, സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തത്. അപ്പോ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് സെലക്ഷൻ കിട്ടാനുള്ള സാധ്യതയും കൂടിയിട്ടുണ്ടാവും. എനിവേ, അങ്ങനെ സെലക്ഷൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞു. അതിൽ തന്നെ ഒരു സ്പേസ് ക്വിസ് വരുന്നുണ്ടല്ലോ അല്ലെ? അത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമ്മൾ എത്ര ഓൺലൈൻ ആയിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത് അല്ലേ? എത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടോ? 30 മിനിറ്റിനുള്ളിൽ. ഓക്കെ. കുറെ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് നമ്മൾ ആൻസർ ചെയ്യാം. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണോ? MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പേസ് സയൻസ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈസിലി അത്തരത്തിലുള്ള ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ GK ക്വിസിനൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾക്കും അത് എളുപ്പത്തിൽ ക്ലിയർ ചെയ്ത് പോകുന്നേ ഉള്ളൂ. അങ്ങനെ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു. പിന്നെ എത്ര സമയത്തിനുള്ളിലാണ് ഇതിന്റെ റിസൾട്ട് വരാൻ കഴിയുക? എനിക്ക് 2 മാസം പിടിച്ച് തോന്നുന്നുണ്ട്. മെയ്, ഞാൻ ജനുവരി ആ ഒരു ടൈമാണ് അപ്ലൈ ചെയ്തത്. പിന്നെ മെയ് ആയപ്പോഴത്തേനും റിസൾട്ട് വന്നു. എങ്ങനെയാ റിസൾട്ട് അറിഞ്ഞത്? എങ്ങനെയാ? ഞങ്ങളിപ്പോ ആക്സിഡന്റ് ആയി കിടക്കായിരുന്നല്ലോ ആ ഒരു ടൈം പറഞ്ഞാൽ ഫുള്ള് ഹറിബറി ആ ഒരു ഇതാണല്ലോ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എന്റെ ഉമ്മ എപ്പോഴും പറയും, നോക്കിക്കോ ജിമെയിൽ നോക്കിക്കോ, അപ്പൊ മെയില് വന്നിട്ടുണ്ടാവും, നോക്കിക്കോ. അങ്ങനെ അപ്പൊ ഡേറ്റ് ഓൾറെഡി നമുക്ക് അറിയാലോ. അന്ന് മോർണിംഗും പറഞ്ഞിരുന്നു നോക്കി നോക്ക് വന്നിട്ടുണ്ടാവും മോർണിംഗ് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ ഈവനിങ് ഒക്കെ ആവുമ്പോഴേ വരുള്ളൂ. പിന്നെ ഉമ്മ നോക്കിയപ്പോ ഒരു മെയില്, അത് ISRO എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. നീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന് ചോദിച്ചു, എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അപ്പൊ അതില് ഫസ്റ്റ് കൺഗ്രാജുലേഷൻ സെലക്ട് എന്ന് പറഞ്ഞു. എന്താ പറയാ, ഫുള്ള് സന്തോഷമായി, ബ്ലാങ്ക് ആയി പോയി. ഓക്കെ. അപ്പൊ എനിവേ അങ്ങനെ റിസൾട്ട് വന്നു, കിട്ടി എന്നുള്ളൊരു ഒരു അറിയിപ്പാണ് കിട്ടിയത്. അതിനുശേഷം എന്നാണ് ക്യാമ്പിന് പോകുന്നത്? അതിനുശേഷം മെയ് 11-നാണ്. മെയ് 11. മെയ് 10-ാം തീയതി പറഞ്ഞു. രാത്രി ട്രെയിൻ കയറി, മോർണിംഗ് അവിടെ എത്തി, ഉച്ചക്ക് മുമ്പേ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഇതിന്റെ മെയിൻ അട്രാക്ഷൻ ട്രെയിൻ ടിക്കറ്റ് അടക്കം അക്കോമഡേഷൻ അടക്കം ഗവൺമെന്റ് ഫണ്ടഡ് ആണല്ലേ. ഫുൾ ഫ്രീ ആയിട്ട് നമുക്ക് ISRO പോയിട്ട് ജോലി അടിച്ച് ട്രിപ്പ് അടിച്ച് വരാം. അപ്പൊ ഒരു 2 ആഴ്ച ആയിരുന്നു അല്ലേ? 2 ആഴ്ച. ഓക്കെ, 2 ആഴ്ച അവിടെ ക്യാമ്പ് ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ISRO എത്തുമ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ISROയിലാണ് വലിയ വലിയ സയന്റിസ്റ്റുമാരൊക്കെയാണ്. നമ്മള് ഇതുവരെ അതിന്റെ ഉള്ളിലത്തൊന്നും നമ്മൾ അറിയണല്ലോ. എല്ലാരും കേൾക്കണ മാത്രല്ല അറിയണുള്ളൂ. നമ്മള് ഉള്ളിലേക്ക് കയറി ചെല്ലല്ലേ. സോ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പുതിയ ആൾക്കാര്, പുതിയ കുട്ടികള്. ബട്ട് 2-3 ദിവസം കഴിയുമ്പത്തിനും ഒക്കെ പല പല സ്റ്റേറ്റിലത്തെ ആൾക്കാരാണെങ്കിൽ കൂടിയും 2-3 ദിവസം കഴിയുമ്പത്തിനും ഒരു ഫ്രണ്ട് സർക്കിൾ തന്നെ അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഒരു ഫാമിലി പോലെ ആവും. 2 ആഴ്ച കഴിയുമ്പത്തിന് പിന്നെ പിരിയാൻ തോന്നൂല. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ഉണ്ടാവും. എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളെയും പരിചയപ്പെടാൻ കഴിഞ്ഞു അല്ലേ? ഞങ്ങള് ഇവിടെ VSSC ട്രിവാൻഡ്രം, ഗോവ, ലക്ഷദ്വീപ്, പിന്നെ ലഡാക്ക്, കേരള, അങ്ങനെയാണ്. അപ്പൊ ഹിന്ദിക്കാരൊക്കെ പരിചയപ്പെട്ട? ഹിന്ദി അറിയോ? ഹിന്ദിയൊക്കെ തോടാ സംസാരിച്ചു അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് ചോദിക്കണല്ലോ. ഫുഡ് അടിപൊളിയായിരുന്നു. പല പല വെറൈറ്റി ഡെസേർട്സ്, അതായിരുന്നു മെയിൻ ഹൈലൈറ്റ്. 2 ആഴ്ച പറയുമ്പോ 2 ആഴ്ചത്തെ ഫുഡിലും ഓരോ നേരത്തെ ഓരോ ഡെസേർട്ട്, അത് അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഉണ്ടായിരുന്നു. സോ പല പല ഫുഡ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റി. അടിപൊളിയായിരുന്നു. അപ്പൊ ഈ പ്രൊഫസേഴ്സും സയന്റിസ്റ്റുമാരൊക്കെ ഇംഗ്ലീഷിലാണോ ലെക്ചേഴ്സ് ഒക്കെ? ലെക്ചേഴ്സ് ഇംഗ്ലീഷിലായിരുന്നു. പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെയാണ്, സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷായിരുന്നു. നമുക്ക് ഓൾറെഡി ലെക്ചർ നോട്ട് തന്നിരുന്നു. ആദ്യം തരും നമുക്ക്. തന്നിരുന്നു ബുക്സ്. നമുക്ക് വേണമെങ്കിൽ റീഡ് ചെയ്തിട്ട് ഈ ലെക്ചറൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി പെട്ടെന്ന് ക്യാച്ച് ആവും. അപ്പോ ശരിക്കും പറഞ്ഞാല് കേരളത്തിൽ നിന്ന് സെലക്ടഡ് ആയിട്ട് 14-12 പേരാണ് അവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ ഓരോ സ്റ്റേറ്റിൽ നിന്നും സെലക്ടഡ് ആയിട്ടുള്ള സയൻസിലും മാത്സിലും സ്പേസ് സയൻസിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു ഗ്യാങ് നമുക്ക് വിളിക്കാം. എത്ര പേരായിരുന്നു ടോട്ടൽ VSS ഉണ്ടായിരുന്നു തിരുവനന്തപുരം? 23. ഓക്കെ, അത്ര പേരേ ഉള്ളൂ. അപ്പൊ ചെറിയൊരു ഗ്യാങ് ആണ്. ഒരു 2 ആഴ്ച വിവിധ സംസ്ഥാനത്തെ കുട്ടികളൊക്കെ മിങ്കിൾ ചെയ്യുന്നു, അവരുമായി സംസാരിക്കുന്നു, അവരുടെ കൾച്ചർ മനസ്സിലാക്കുന്നു. ഇത് തന്നെ വലിയൊരു ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് പറയാം. പിന്നെ സയൻസ് ലാബുകളൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. ഞങ്ങൾക്ക് മൂന്നിന്ന് കൊടുന്ന സ്റ്റോൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ഭാഗ്യം കിട്ടി. അതേപോലെ RH-200 പറഞ്ഞ റോക്കറ്റ് വിക്ഷേപിക്കണ നേരിൽ കാണാൻ പറ്റി. ലാബ്സ് ഒക്കെ അവരെല്ലാ കാര്യങ്ങളും ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ചില സ്ഥലത്ത് ടെസ്റ്റ് ചെയ്ത് വരെ കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെയാണ് ആ പ്രോസസ്സ് എന്നുള്ള ഉൾപ്പെടെ ടെസ്റ്റ് ചെയ്ത് വരെ കാണിച്ചു തരുന്നുണ്ട്. ഈ വാന നിരീക്ഷണം എല്ലാവരും പറയാറുണ്ട്. അവിടെ ISRO ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് വാന നിരീക്ഷണം ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് ഫസ്റ്റ് 3
ഞങ്ങൾ നിന്നില്ല. ഐ മീൻ ക്ലൗഡി ആയിരുന്നു ആ ടൈമില്. പിന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു, കൊറേ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് പിന്നെ കാണാൻ പറ്റിയത്. അടിപൊളിയായിരുന്നു. നമ്മൾ ഈ കാണുന്ന പോലെ അല്ലല്ലോ ടെലസ്കോപ്പിലൂടെ വ്യൂ എന്ന് പറയുമ്പോ, ഒന്നും പറയാനില്ല. അപ്പൊ ടെലസ്കോപ്പിലൂടെ ഒക്കെ വാന നിരീക്ഷണത്തിനുള്ള അവസരം കൂടെ കിട്ടി എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. റോക്കറ്റ് വിക്ഷേപണമൊക്കെ നേരിൽ കാണാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു 14 ദിവസം എന്ന് പറയുന്നത് മറക്കാനാവാത്ത അനുഭവങ്ങളായിട്ടായിരിക്കും ISR ഒന്ന് VSS മടങ്ങിയിട്ടുണ്ടാവുക. പിന്നെ അപ്പൊ ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഭാവിയിൽ എന്തായാലും സർട്ടിഫിക്കറ്റ് ഒക്കെ വാല്യുബിൾ ആയിരിക്കും. മറ്റൊരുപാട് അവസരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റിന്റെ ഒരു വാല്യൂ എന്നുള്ളത് ചില്ലറ കാര്യമായിരിക്കില്ല. കാരണം തെരഞ്ഞെടുത്ത മിടുക്കരായിട്ടുള്ള കുട്ടികൾക്കായിട്ട് മാത്രം സംഘടിപ്പിച്ചൊരു ക്യാമ്പ്, അതിൽ പങ്കെടുത്തിട്ടുള്ള ഒരു കുട്ടി എന്നുള്ള നിലയ്ക്ക് അത് എന്നും തിളങ്ങി നിൽക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിനായിരിക്കും. അപ്പൊ ഇനി എന്തൊക്കെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പുകൾ? ഇപ്പൊ IOQMന്റെ ഒരു തയ്യാറെടുപ്പിലാണെന്ന് പറഞ്ഞു, പിന്നെ IAS ആവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളാണ്. എക്സ്ട്രാ കരിക്കുലർ എന്തൊക്കെയാണ് ആർട്സിൽ പങ്കെടുക്കാറുള്ളത് നിങ്ങൾ? മോണാക്ട്, പിന്നെ അറബിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം കൂടാറുണ്ട്, ഒപ്പനക്ക് പോയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതൊക്കെ കൂടെ ഒരു ദിവസം മാനേജ് ചെയ്ത് പോകുന്നത്? ഒരു ദിവസം 24 മണിക്കൂറാണല്ലോ ആഴ്ചക്ക് ഉള്ളത്. സ്കൂളിൽ പോകണം, ഓൺലൈൻ നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ അത് പോകണം, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പോലെയുള്ള റെക്കോർഡുകൾ കരസ്ഥമാക്കാനുള്ള പ്രയത്നങ്ങളുണ്ട്. എല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത് എങ്ങനെ? ടൈം മാനേജ്മെന്റ് ഒക്കെയാണ് കുട്ടികളുടെ ഒരു പ്രധാന പ്രശ്നം. ടൈം മാനേജ്മെന്റ് പറഞ്ഞാൽ ഞാൻ ഫോണും അല്ലാതെ കളിക്കാറില്ല. എനിക്ക് ആവശ്യമുണ്ടാവുമ്പോൾ എടുക്കും, എടുക്കാറില്ല എന്നൊന്നും പറയില്ല, പക്ഷെ ആവശ്യമുണ്ടാവുമ്പോൾ എടുക്കും. അങ്ങനെ കളിച്ച് അതും ഇരിക്കാറില്ല. ഇനി എടുത്താലും പുതിയ എന്തെങ്കിലും കണ്ടുപിടിക്കും, അതിനായിട്ട് ഞാൻ ഇറങ്ങും. അപ്പൊ അങ്ങനെ കണ്ടുപിടിച്ച് എന്തെങ്കിലും ഒരു ചെറിയ തുമ്പ് കിട്ടിയാല് ഞാൻ അത് ഉമ്മാന്റെ അടുത്ത് കൊണ്ടേ കൊടുക്കും. ഉമ്മ എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഉമ്മ കൂടുതൽ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കും. ആ ഒരു ടൈം എനിക്ക് ഫ്രീ ആയിരിക്കും, കാരണം ഡീറ്റെയിൽസ് ഉമ്മ നോക്കുക, ഞാൻ കണ്ടുപിടിച്ചോണ്ടേ കൊടുക്കുള്ളൂ. അപ്പൊ പിന്നെ ഉമ്മ ഡീറ്റെയിൽസ് കൊടുന്നേരും, അപ്പൊ പിന്നെ അതിലേക്ക് ഇറങ്ങും. അങ്ങനെ. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാണ് ആയിഷയ്ക്ക്? എനിക്കിപ്പോ സയൻസ്, ഫിസിക്സ് ഇഷ്ടമാണ്. കാരണം ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ആയിരുന്നില്ല ഫിസിക്സ് മാത്സ്. ഇപ്പൊ 10th 9th അങ്ങനെ പറഞ്ഞല്ലോ XNY ചേർന്നതിന് ശേഷം സത്യം പറഞ്ഞ ഫിസിക്സ് എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ആവണ്ടായിരുന്നു. കാരണം ബേസ് ഉൾപ്പെടെ ഉണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ക്യാച്ച് ആവും. അങ്ങനെ ഇപ്പോ ഫിസിക്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ ആയിഷ ഇന്നലെ മെസ്സേജ് ഉണ്ടായിരുന്നു, IOQM രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്ത് പഠിക്കണം എന്നുള്ള ഒരു ടെൻഷനിലാണ്, ഒരു ക്ലിയർ പിക്ചർ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങളൊരു ഗൈഡൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആയിഷക്ക് IOQM പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ മാത്സിന്റെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസും സാമ്പിൾസ് ഒക്കെ ഉള്ള ഒരു ഗൈഡ് ഞങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിവേ ഈ നമ്മുടെ കുട്ടികളുമായിട്ട് സംസാരിച്ചതിൽ സന്തോഷം. വേറെ എന്തെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഒരു ഉപദേശം നൽകാനുണ്ടോ? ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന ഒരു 6000-ലധികം കുട്ടികൾ നമ്മുടെ എക്സാൻവയിൽ മാത്രമുണ്ട്. അവരൊക്കെ വീഡിയോ കാണാൻ പോവാണ്. കേരളത്തിലുള്ള സയൻസിലും മാത്സിലും മിടുക്കരായിട്ടുള്ള കുട്ടികളൊക്കെ ആയിഷയുടെ ഈ ഒരു അനുഭവങ്ങളൊക്കെ കേൾക്കാൻ പോവാണ്. എന്താണ് അനുഭവം പറയാനുള്ളത്, ഒരു അഡ്വൈസ് പറയാനുള്ളത്? അങ്ങനെ പറഞ്ഞാൽ XNY അവരെന്തായാലും ഇൻഫർമേഷൻ പെട്ടെന്ന് തരുന്നുണ്ട്. ഐ മീൻ ഒരു എക്സാം സ്റ്റാർട്ടായ അപ്പൊ തന്നെ നമുക്ക് ഡേറ്റ് തരുന്നുണ്ട്, അത് എൻ്റെ ആവുന്നതിന് മുന്നേ ഡേറ്റ്, എൻ്റെ രജിസ്ട്രേഷൻ ക്ലോസ് ആവുന്നതിന്റെ ഡേറ്റ് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം ഏത് എക്സാം ഏതൊക്കെ ടൈമിൽ നടക്കുന്നുണ്ടെന്ന്. ഒന്നും മിസ്സാക്കാതിരിക്കുക. ചെയ്യാൻ കഴിയില്ല എന്ന് എഴുതിയിട്ട് ചെയ്യാതിരിക്കരുത്. ട്രൈ ചെയ്ത് നോക്കുക, കിട്ടിയാ കിട്ടി, പോയാ പോയി. യെസ്. അപ്പൊ ആയിഷ പറഞ്ഞ ലാസ്റ്റ് വേർഡിനെ ഞാനൊന്ന് സ്ട്രെസ് ചെയ്ത് പറയാം. ട്രൈ ചെയ്യുക, മാക്സിമം എക്സാമുകൾ എഴുതുക, കിട്ടിയോ കിട്ടിയില്ല എന്നുള്ളതല്ല. അപ്പൊ IOQMന്റെ കേസിൽ ഇപ്പോൾ ഈ അഡ്മിഷൻസ് ഒക്കെ അപ്ലിക്കേഷൻ ഒക്കെ ക്ലോസ് ചെയ്യുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഉള്ളത്. സെപ്റ്റംബർ 6-ാം തീയതി എക്സാം വരികയാണ്. എല്ലാവരും എഴുതി നോക്കുക. ഇത്തരത്തിലുള്ള എക്സാമുകളിലൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലാക്കുക, എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആണ് മത്സരങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക. ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. എന്ത് സംശയങ്ങൾക്കും നമ്മുടെ XNY ലേണിംഗ് കൂടെയുണ്ട്. താങ്ക് യു.